നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ മുഖത്തിന് വൈറ്റനിങ് പാക്ക്. എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താ പറയുക, വീട്ടിലെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മുഖം വെളുക്കാൻ പറ്റുമോ? തീർച്ചയായും വെളുക്കാൻ പറ്റും. നമുക്ക് വൈറ്റനിങ് ക്രീമിൻ്റെ പിന്നാലെ ഒന്നും പായേണ്ട. വൈറ്റനിങ് ക്രീമിൻ്റെ പിന്നാലെ പോയവർക്കൊക്കെ നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. കിഡ്നിയും നമ്മുടെ എന്താ പറയുക ഓരോന്നിനും പ്രോബ്ലം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒത്തിരി ന്യൂസിലും കാര്യത്തിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി തന്നെ പലരുടെയും യൂട്യൂബ് ചാനൽ വഴിയൊക്കെ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വൈറ്റനിങ് പാക്ക് ചെയ്ത് കാണിക്കണത്. ഇത് ഞാൻ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്യാറില്ല. കാരണം പല വേറെ പാക്കുകളും ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാറില്ല. പക്ഷേ ഈ സാധനം ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ വൈറ്റനിങ് ക്രീമൊക്കെ തെക്കാൻ എനിക്ക് പേടിയാണ്. സ്കിന്നിൻ്റെ അവസ്ഥ ഓരോരുത്തരുടെയും ഞാൻ കണ്ട് എനിക്ക് ശീലമുള്ളതുകൊണ്ടാണ്. വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു കുട്ടി ഇതുപോലെ നല്ലോണം അവൾക്ക് ഒരു ഡാർക്ക് കളറായിരുന്നു. ഒരു സമയത്ത് നോക്കിയപ്പോൾ അവൾ ഭയങ്കര വെളുത്ത് നല്ല സുന്ദരിയായിരിക്കണം. എന്താ ചെയ്ത് ചോദിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞു ഇങ്ങനെ ഒരു ക്രീം തേച്ചതാണെന്ന്. പക്ഷേ എന്താ ഉണ്ടായേ, ലാസ്റ്റ് ആയപ്പോൾ ആ കുട്ടിയുടെ ഞരമ്പുണ്ടല്ലോ നമ്മുടെ, അതൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി ക്ലിയർ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ സ്കിന്നാണ് ഇത് പീൽ ചെയ്ത് പോണത്. ഓരോ ലെയറായിട്ട് സ്കിൻ പീൽ ചെയ്ത് പോയിട്ട് മുഖത്തുള്ള ഞരമ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ നല്ല ക്ലിയർ ആയി കാണാൻ തുടങ്ങി. കുറച്ചും കൂടി ആ കുട്ടി അങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ, പിന്നെയും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായി, സ്കിൻ മുഴുവനും അങ്ങോട്ട് തീ പൊള്ളലേറ്റ് പോലെയായി ആ കുട്ടിക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു അനുഭവം കാണുമ്പോൾ നമുക്ക് ആ വക സാധനങ്ങളൊക്കെ തേക്കാൻ ഒരു പേടി ഉണ്ടാവും. കാരണം എന്താ വെച്ചോന്ന് പറഞ്ഞാൽ ഇനി നമുക്കും ആ ഒരു അവസ്ഥയാണല്ലോ വരിക, ആ ഒരു പേടി നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്ര കാലം ഞാൻ വൈറ്റനിങ് ക്രീമുകളൊന്നും തേച്ചിട്ടില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള വൈറ്റനിങ് പാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ മുഖത്ത് സാമാന്യം നല്ലപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ആദ്യമൊക്കെ എൻ്റെ നെറ്റിൽ 2 സൈഡും വായ ചുറ്റും കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളും കാര്യങ്ങളും ഇവിടത്തേക്ക് പറഞ്ഞു ഭയങ്കര കറുപ്പ് കളറായിരുന്നു പിഗ്മെൻറ്റേഷൻ കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു പഴയ കളറ് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്നെ സഹായിച്ച കുറച്ച് പാക്കുകളിൽ ഏറ്റവും നല്ല അടിപൊളി ഒരു പാക്കാണിത്. ഇതിലധികം ഇൻഗ്രീഡിയൻസും നമുക്ക് വേണ്ട വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വരാം. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി കണ്ടുന്നുണ്ട്. എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ വയ്ക്കാം. ബൗളിലേക്ക് ആവശ്യം നമ്മുടെ ഉഴുന്ന് മാവാണ്. ഉടുതുക്കി ദാൽ എന്നൊക്കെ പറയുമല്ലോ, ഹിന്ദിയിൽ ഉടുതുക്കി ദാൽ എന്ന് പറയും. ഉഴുന്നിൻ്റെ മാവ് ഇത് നമുക്ക് 1 സ്പൂണാണ് ആവശ്യം. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും മുഖത്ത് പാട് പോകാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ്. ഞാൻ ഒരുപാട് ഉഴുന്നിൻ്റെ ഇത് ഇട്ടിട്ടുള്ളതാണ്. ഇതാണ് ഉഴുന്ന്, കാണണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 3-4 സ്പൂണ് വെള്ളത്തിലിട്ട് കുതിർത്തി മിക്സിയിലിട്ട് അരക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അരയ്ക്കുമ്പോൾ കുറച്ച് മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് ധാരാളമായി. ഇത് എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ ഒരുപാട് സഹായിച്ചാണ് സ്കിൻ വൈറ്റനിങ്ങിനും പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെയാണെങ്കിലും എന്നെ ഒരുപാട് സഹായിച്ച ഒരു സാധനമാണ് നമ്മുടെ ഉഴുന്ന് മാവ്. ഇനി നമുക്ക് ആവശ്യം വേറൊന്നുമല്ല, മുൾത്താനി മിട്ടിയാണ്. മുൾത്താനി മിട്ടി ഇല്ലാത്തവർക്ക് കടലമാവ് എടുക്കുക കേട്ടോ. കാരണം ചിലരുടെ കയ്യിലൊന്നും മുൾത്താനി മിട്ടി ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് കടലമാവോ നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മുൾത്താനി മിട്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂണ് മതി കേട്ടോ. ഈ 2 സാധനവും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മൾ മുഖത്തങ്ങോട്ട് തേച്ചാൽ നമ്മുടെ മുഖം വെളുത്ത് വാറുക എന്നൊക്കെ പറയില്ലേ, എന്നെന്തി ഒറ്റ യൂസിൽ കിട്ടില്ല. നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും ഉറപ്പിൽ ഞാൻ പറയണത്. എനിക്ക് ഒത്തിരി റിസൾട്ട് ഇത് തന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് നമ്മുടെ മുൾത്താനി മിട്ടി ഡ്രൈ ആണ്. നമ്മുടെ ഉഴുന്നാണെങ്കിലും തേച്ച് കഴിഞ്ഞ് കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ അത്ര വലിയ ഇതൊന്നും നമുക്ക് മോയ്സ്ചറായി ഇരിക്കില്ല. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഞാനിതിരിക്കുമ്പോൾ ഒരു 2-3 ഡ്രോപ്സ് ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലിച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പാൽപ്പാടയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂളോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അത് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെച്ചാൽ മാത്രം ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെച്ചാൽ നിങ്ങൾ ഒന്നും ചേർക്കണ്ട. ഈ 2 ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ.
ഉഴുന്ന് എല്ലാ വീട്ടിലും ഉള്ളതാണ്. ഞാൻ ഉഴുന്നിൻ്റെ പാക്കുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ എത്ര കാലം എങ്ങനെ തേച്ചു എന്നുള്ളതൊന്നുമല്ല, ഒരുപാട് കാലം പല തരത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഉഴുന്ന് എനിക്ക് അത്രയും എൻ്റെ സ്കിന്നിന് ചേരണതാണ്. നിങ്ങളുടെ സ്കിന്നിലേക്ക് ഉഴുന്ന് ചേരും. നിങ്ങളുടെ മുഖത്തെ പാടുകൾ കുറയ്ക്കാനാണെങ്കിലും മുഖം വെളുക്കാനാണെങ്കിലും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അതിലൊരു അലർജി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഉഴുന്ന് നിങ്ങളുടെ സ്കിന്നുമായിട്ട് മാച്ച് ആവേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിടേ വേണ്ട. നിങ്ങൾ പല തരത്തിൽ ഇപ്പം ഈ ഇതുപോലെ എന്നല്ല, പല തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ മുഖത്താണിച്ചാലും കഴുത്തിലാണിച്ചാലും കയ്യിലാണിച്ചാലും ഒക്കെയും ഉഴുന്ന് ഉപയോഗിച്ചോളൂ. നിങ്ങളുടെ സ്കിന്നിന് നല്ല റിസൾട്ട് തരും, ഞാൻ ഉറപ്പ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അരിക്ക് ഞാനുണ്ടല്ലോ സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടിയിട്ട് കുതിർത്തണതല്ല. ഞാൻ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നമ്മൾ അരി അരയ്ക്കുമല്ലോ, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബൗളെടുത്ത് അതിൽ ഒരു 10 സ്പൂണെങ്കിലും ഞാനൊന്ന് മാറ്റി വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ച് പിറ്റേ ദിവസം ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. എന്നാലും ഞാനത് എടുത്ത് വയ്ക്കും. ചില സമയത്ത് ചിലപ്പോൾ 2 വട്ടം 3 വട്ടം ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ ആഴ്ചയിൽ. എന്നാലും കുഴപ്പമില്ല. അത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മുഖത്തിൻ്റെ ആ ഒരു തിളക്കം, ആ ഒരു ഗ്ലോ നമ്മുടെ മുഖത്ത് എപ്പോഴും ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ വെയിൽ ഒക്കെ നല്ലപോലെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ലോണം വെയിൽ കൊള്ളേണ്ടി വരും. ചിലപ്പോൾ തുണി ഉണക്കാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂട് കാലത്തല്ലേ നമ്മളിതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എപ്പോഴും വെയിലത്ത് ഈ മുകളിൽ അത് ഇളക്കാനും പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകേണ്ടി വരും. ആ സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കണം, തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കണം. ചിലപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ടൈമായി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ രാവിലെ ഒരു വട്ടം ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ, എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഒന്നും കൂടി മുഖം കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഒന്നും കൂടി ഉപയോഗിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ നമ്മൾ ഉച്ചയാകുമ്പോഴൊക്കെ നമ്മൾ ഈ മുകളിലേക്ക് പോകുമല്ലോ, ആ സമയത്തൊക്കെ നമ്മുടെ മുഖത്ത് ടാൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി കിടക്കണതിന് മുന്നോടിയായിട്ടാണെങ്കിലും ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞു പറഞ്ഞാൽ അപ്പം തന്നെ ആ ടാൻ മാറുകയും ചെയ്യും. സ്കിന്നിൻ്റെ ആ ഒരു പോയ ആ ഒരു ടാൻ മാറി നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളി പാക്കാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു മസാജ് കൊടുത്തു മുഖത്ത്. നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊരു 5 മിനിറ്റ് വരെയൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം ഇത് മുഖത്ത് ഇട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ആയതിന് ശേഷം നിങ്ങൾ അത് കഴുകിക്കളയുക. ഇത് നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റ് ആക്കാനും കൂടി സഹായിക്കും. കാരണം എന്താ വെച്ചാൽ മുൾത്താനി മിട്ടി നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. ഉഴുന്ന് ഇത് ഉണങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലപോലെ ടൈറ്റ് ആവും. ആ സമയത്ത് സംസാരിക്കാനൊന്നും നിൽക്കരുത്. സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ചുളിവ് വീഴും. അതുകൊണ്ട് സംസാരിക്കാതെ മുണ്ടാതിരുന്ന് ഈ സാധനം ഉണങ്ങണ വരെ നിങ്ങളിത് തേക്കുകയാണ് മുഖത്തിന് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിൻ്റെ ഒന്ന് ടൈറ്റായ ഫീൽ നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഒരുപാട് വട്ടം ഉപയോഗിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുഖം നല്ല കളർ വരും. നമ്മുടെ മുഖത്തെ ആ ഒരു സ്കിന്ന് ലൂസായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ നമ്മളിത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൂക്കുരു വന്ന പാടുകൾ മാറുന്നുണ്ട്, പിഗ്മെൻറ്റേഷൻ മാറുന്നുണ്ട്. മൂക്കുരു വന്ന പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ മൂക്കുരു വന്ന പാടുകൾ പിന്നെയും പെട്ടെന്ന് മാറിക്കോളും. പക്ഷേ പിഗ്മെൻറ്റേഷൻ മാറാൻ കുറച്ച് ദിവസം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യണം. ഡെയിലി പറ്റാത്തവർ ആഴ്ചയിൽ 3 വട്ടം ഓരോ ദിവസം ഇടവിട്ടിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ മുഖത്തും കഴുത്തിലും മൊത്തം തേച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കൂടുതൽ വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടൈറ്റായി സ്കിൻ ഇങ്ങനെ വലിഞ്ഞു മുറുകണ പോലെ തോന്നും. അപ്പോൾ ഒരിക്കലും സംസാരിക്കരുത്. നിങ്ങൾക്ക് സ്കിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ 20 മിനിറ്റ് അല്ല ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കുക. അപ്പോൾ നല്ല സ്കിൻ നല്ലപോലെ ടൈറ്റ് ആകും. കഴുകിയെടുക്കാത്തൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. കുതിർത്തിയിട്ട് നമ്മൾ നല്ലപോലെ ഒരു മസാജ് കൊടുത്ത് ഇളക്കി കളയണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മുഖത്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് കഴുകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇപ്പം എൻ്റെ മുഖം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനേക്കാളും നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അത് എനിക്കിപ്പോൾ തന്നെ പറയാൻ പറ്റും നിങ്ങളുടെ അടുത്ത്, കാരണം ഞാൻ ഒരുപാട് വട്ടം യൂസ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മുഖത്ത് ഉണങ്ങിയിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഉണങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ അതെങ്ങനെയാവും കേട്ടോ, നല്ലോണം ഡ്രൈ ആയി കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ അത്രയ്ക്ക് ഡ്രൈ ആയില്ലേ, ഞാൻ വലിഞ്ഞ് മുറുകാൻ തുടങ്ങി. കഴുത്തത്തേക്ക് നല്ലപോലെ ഉണങ്ങിയിട്ടോ. നമുക്ക് കഴുകിയെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഒരു തുണി നനച്ചിട്ട് നമ്മൾ തുണി വെച്ച് അങ്ങനെ ടവൽ വല്ലതും ഇതാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് എന്തായാലും ഇതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഞങ്ങളിത് തേച്ച് കഴിഞ്ഞാൽ സംസാരിക്കുകയോ ചെയ്യരുത്. എൻ്റെ മുഖം അങ്ങനെ വലിഞ്ഞ് മുറുകുണ്ട്. ഞാനൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോഴത്തെ മുഖം നല്ലപോലെ കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കൈയും മുഖം കൂടി നോക്കുമ്പോൾ മുഖത്തിന് ഭയങ്കരമായിട്ട് ടാനായിരുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും രണ്ടും ഒരേ ആ ഒരു കളർ തിരിച്ച് കിട്ടി. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ചെയ്യാതിരിക്കരുത്, തീർച്ചയായും ചെയ്യണം. ഉഴുന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങിപ്പിടിച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി, ഇപ്പോൾ രാത്രിയിലാണ് ഞാൻ ഈ പാക്ക് ഇട്ട്, അപ്പോൾ രാത്രി കിടക്കണ മുന്നോടിയായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഐസ് ഉണ്ടല്ലോ അത് ഞാൻ മുഖത്ത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഐസ് വെള്ളം വേണിച്ചാൽ ഐസ് വെള്ളം വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ടവലിൽ പോയിട്ടാണ് കേട്ടോ വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഐസും കൂടി വയ്ക്കും. ഇത് കഴിയണ വരെ ഞാനിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സ്കിന്നിന് ഒന്നും കൂടി ഒരു തിളക്കം കൂടിയ പോലെ തോന്നും. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടും. നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.